ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. റമദാനായിട്ട് ഫസ്റ്റത്തെ നോമ്പ് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമായിരിക്കും അല്ലേ? എനിക്കും അങ്ങനെ തന്നെ കേട്ടോ, നല്ലോണം സൈഡായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പിന് എങ്ങനെയൊക്കെയാണ് ഞാൻ നോമ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കായ്പോളിയായിരുന്നു. കായൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് മുട്ടയൊക്കെ ഉടച്ചിട്ട് അതിൽ പഞ്ചസാരയും പാലൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ നോർമൽ ഉണ്ടാക്കുന്ന കായ്പോളി തന്നെയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. ഇൻഷാ അല്ലാഹ് റമദാനിൽ ഇതേപോലെ എല്ലാ ദിവസവും എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന വീഡിയോ നടക്കുമെന്നറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. കാരണം എന്താ പറയുക, എൻ്റെ ഏപ്രിലായാൽ ഒരു വർഷമായിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഇടൽ കുറവാണ്. അപ്പം കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഏപ്രിലാകുമ്പോഴത്തേക്ക് 1000 സബ്സ്ക്രൈബ് ആവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമുക്ക് ഈ ഫസ്റ്റ് യൂട്യൂബേഴ്സിന് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് ഈ വാച്ച് അവറും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബ് ആവുക എന്നുള്ളതും. ഇനിയും ആയിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏപ്രിലാണ് എൻ്റെത് ഒരു വർഷമാവാം, അതിനുള്ളിൽ ആവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എന്നെ അറിയാത്തവരും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുന്നോട്ടും ഇനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമദാനിൽ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം, തീർച്ചയായും ഇടാൻ നോക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കായ്പോള ഉണ്ടാക്കലാണ് കേട്ടോ. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച കുറച്ച് കടി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു കായ്പഴം മാത്രമാണ് കാര്യമായിട്ട് ഉണ്ടാക്കിയത്. ബാക്കി ചിക്കൻ റോളും അരച്ചടിയും ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഫ്രൈ ചെയ്തതിനും ഉണ്ടായേ. അപ്പോൾ കായ്പഴം റെഡി ആയിന്. പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രൂട്ട് സലാഡില്ലേ, കസ്റ്റേർഡ് ഉണ്ടാക്കാമെന്ന്. നോമ്പിന് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റല്ലേ ഫ്രൂട്ട് സലാഡ്. അപ്പം അതൊന്ന് കുറച്ച് ഉണ്ടാക്കലാണ് കേട്ടോ. അങ്ങനെ കടി ഐറ്റംസൊക്കെ റെഡിയായി. പിന്നെ കായ്പോള കട്ട് ചെയ്ത് വെക്കലാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് വെച്ചു. ജ്യൂസ് ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ ലെയിം ഉണ്ടാക്കി. ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അനാറും മുന്തിരിയും ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആപ്പിളെല്ലാം കുറേ നേരം പുറത്ത് കട്ട് ചെയ്ത് വെച്ചാലില്ലേ കളറ് മാറിപ്പോവും. അപ്പോൾ വേഗം തന്നെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ അങ്ങനെ കളറ് മാറില്ല കേട്ടോ. നമ്മൾ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതും നേരത്തെ എല്ലാവരും തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കിയതാണ്. ബീഫ് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്ന്. അപ്പോൾ അത് താളിച്ച് വയ്ക്കണ്ടേ ലാസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതും പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടാണ് ലാസ്റ്റ് നമ്മൾ താളിച്ച് വയ്ക്കൽ.
ഇങ്ങനെ പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചൊഴിച്ചാൽ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ നോമ്പിനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അവർ കറിയാക്കും, അതിനെന്തെങ്കിലും പത്തലോ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നോമ്പിന് നമുക്ക് കൂടുതലും ഇങ്ങനത്തെ ഫുഡ് തന്നെയാണല്ലോ കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി തോന്നുക. പിന്നെ പത്തലെപ്പോൾ വെക്കുമ്പോൾ ആർക്കായാലും മടുക്കും കേട്ടോ, പിന്നെ മാറ്റി പിടിക്കും. എന്നാലും ഇടയ്ക്ക് ഇവിടെ നല്ല നെയ്ച്ചോറും അങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ, ഇടിയപ്പം അങ്ങനെയൊക്കെ. പിന്നെ നല്ല അരച്ച പത്തലും ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടാ, ബാങ്ക് കൊടുത്ത് എല്ലാവരും പിന്നെ തിരക്കാക്കിയിരുന്നു. പിന്നെ ആ സമയത്തെല്ലാം ടേബിൾ കൊണ്ടൊക്കെയും എല്ലാം തിരക്കാന്നല്ലോ. അപ്പോൾ മുന്തിരി ജ്യൂസും ലൈമും അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ കടി കുറച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ തന്നെയാണ് നോമ്പൊരിക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല നോമ്പൊരിക്കാൻ, ഞാനും ഉമ്മയും എൻ്റെ അനിയനും പിന്നെ എൻ്റെ മോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല, നിസ്കാരവും ഓത്തും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.